കർത്താവിൽ പ്രിയരെ, നമുക്ക് വേണ്ടി കൽവറിയിൽ ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിന്റെ ക്രൂശിത പാതയിൽ ആത്മാവിനെ ശുദ്ധീകരിച്ച് പുനരുത്ഥാന മഹത്വത്തിലേക്ക് ഒരുങ്ങുന്ന ഒരു ആത്മീയ യാത്രയാണ് ഈ വലിയ നോമ്പ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മോട് തന്നെ ചോദിക്കാം, ഈ നോമ്പ് സമയത്ത് നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ? ദരിദ്രരെ സഹായിക്കുന്നുണ്ടോ? നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടോ? ദൈവത്തോട് കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങളാണ് നോമ്പ് കാലത്തിന്റെ ഹൃദയം. നോമ്പ് കാലം വെറും ഭക്ഷണം ഒഴിവാക്കുന്ന ദിവസങ്ങളല്ല, അത് ആത്മപരിശോധനയുടെ, ആത്മശുദ്ധിയുടെ, ആത്മപരിവർത്തനത്തിന്റെ കാലമാണ്. നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത് 3 പ്രധാന കാര്യങ്ങളാണ്: പ്രാർത്ഥന, ഉപവാസം, ദാനം. പ്രാർത്ഥന നമ്മെ ദൈവത്തോട് അടുത്തു കൊണ്ടുപോകുന്നു. ഉപവാസം നമ്മെ നിയന്ത്രണം പഠിപ്പിക്കുന്നു. ദാനം നമ്മുടെ ഹൃദയം കരുണയാൽ നിറയ്ക്കുന്നു. എന്നാൽ ഈ നോമ്പ് ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കണം? ഒരു ചെറിയ കഥ പറയാം. ഒരു ഗ്രാമത്തിൽ പ്രശസ്തനായ ഒരു ശില്പി ജീവിച്ചിരുന്നു. ഒരിക്കൽ ഒരു വലിയ കല്ല് അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടുവന്നു. ആ കല്ല് വളരെ ഭാരം കൂടിയതും ആകൃതിയില്ലാത്തതുമായിരുന്നു. അവനത് നോക്കി ഓരോ ദിവസവും അതിൽ കൊത്തു തുടങ്ങി. ചുറ്റും നിന്നവർ ചോദിച്ചു, ഇത്രയും നല്ല കല്ല് നശിപ്പിക്കുന്നത് എന്തിനാണ്? എന്തിനിതിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നു? ശില്പി ചിരിച്ചു. അവനൊന്നും മറുപടി പറഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ അടിയും ഓരോ കൊത്തും കല്ലിന് വേദനയായി തോന്നി. പക്ഷേ ശില്പി അതിലൊരു രൂപം കാണുകയായിരുന്നു. മറ്റാരും കാണാത്ത ഒരു മനോഹര രൂപം. 40 ദിവസങ്ങൾക്ക് ശേഷം ആ കല്ല് ഒരു മനോഹര പ്രതിമയായി മാറി. എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോൾ ശില്പി പറഞ്ഞു, ഞാൻ കല്ലിനെ നശിപ്പിച്ചില്ല, അതിന്റെ ഉള്ളിലുള്ള സൗന്ദര്യം പുറത്തു കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. ശില്പി കല്ലിൽ ഒരു രൂപം കണ്ടതുപോലെ ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു വിശുദ്ധ ജീവിതം കാണുന്നു. അതിനാൽ നോമ്പുകാലം വെറും ആചാരമല്ല, ഇത് ദൈവത്തിന്റെ കൈകളിൽ നമ്മെ ഏൽപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ അവന്റെ കൈകളിൽ നിൽക്കുമ്പോൾ അവൻ നമ്മെ ഒരു മനോഹര സൃഷ്ടിയാക്കി മാറ്റും. നോമ്പുകാലം അതുപോലെയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറ്റാൻ അനുവദിക്കുന്നു. ചിലത് ഉപേക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ചിലപ്പോൾ അത് വേദന പോലെ തോന്നും. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ദൈവം നമ്മെ തകർക്കാനല്ല, നമ്മുടെ ഉള്ളിലുള്ള നല്ല മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാനാണ് പ്രവർത്തിക്കുന്നത്. ഈ 40 ദിവസങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു പുതുക്കൽ സമയമാണ്. വിത്ത് മണ്ണിൽ അടിഞ്ഞിരിക്കുമ്പോൾ അത് നശിച്ചു പോകുന്നില്ല, അത് വളരാൻ തയ്യാറാവുകയാണ്. അതുപോലെ നോമ്പുകാലം നമ്മെ വളരാൻ തയ്യാറാക്കുന്നു. പ്രിയമുള്ളവരെ, നോമ്പുകാലം നമ്മെ മൗനത്തിലേക്ക് വിളിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ, ദൈവത്തോട് അടുക്കുക, അവൻ നിങ്ങളോടും അടുക്കും. നമ്മൾ ഒരു പടി മുന്നോട്ട് വെച്ചാൽ ദൈവം 100 പടികൾ മുന്നോട്ട് വെക്കും. ഈ നോമ്പുകാലം നമ്മുടെ പ്രാർത്ഥനയെ ശക്തമാക്കട്ടെ, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പാക്കട്ടെ. നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.